CPM BJP കൂട്ടുകെട്ടിനെതിരായ വൻ വിജയമാണ് കോഴിക്കോട്ടുണ്ടായതെന്ന് കോൺഗ്രസ് നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM രാഷ്ട്രീയമായി തകർന്നുവെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറും MK രാഘവൻ MPയും പറഞ്ഞു. LDFന് അനുകൂലമായ തരത്തിലുള്ള വാർഡ് വിഭജനവും വോട്ടർ പട്ടികയിലെ കൃത്രിമത്വവും വർഗീയ പ്രീണനവും കോഴിക്കോട്ട് LDFന് തന്നെ തിരിച്ചടിയായതായി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ കെ പ്രവീൺകുമാർ പറഞ്ഞു. ആവശ്യമില്ല. ഞങ്ങൾ 70 പഞ്ചായത്തിൽ 42 പഞ്ചായത്തിൽ ക്ലിയർ കട്ടായി ഭരണം കിട്ടിയല്ലോ. പിന്നെ ഞങ്ങൾ എന്തിനു പറ്റണം? 3 അടുത്ത് നെക്കും. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണോ അവന്റെ ഭാഗ്യം പോലെ കിട്ടുകയും ചെയ്യും. ഏതായാലും ഇനി ഭരിച്ചാലും 70-ൽ CPMന്റെ എണ്ണം എത്രയെന്ന് മനസ്സിലായല്ലോ. ഡോമിനന്റ് ഉള്ള പാർട്ടി, ഇവിടെ ഏറ്റവും ഡോമിനൻസ് ഉള്ള പാർട്ടി തന്നെ പറഞ്ഞത് ആ പാർട്ടി അവസരമില്ല. ഇതെന്തറിയോ, ഒരു ഭാഗത്ത് വാർഡ് വിനർത്തി BJP സഹായിച്ചു, മറുഭാഗത്ത് ജയിക്കാൻ വേണ്ടി SDFന്റെ മുന്നണി. ഈ വർഗീയ പ്രീണന നിലപാടാണ് CPMയുടെ തിരിച്ചടി കാരണം. ഒരാളും ഞങ്ങൾ കൊടുത്തില്ല. അല്ല, ഒരു കാര്യം മനസ്സിലാക്കിക്കോളുന്നത് എന്താ അറിയോ, ഈ ജയിക്കാൻ വേണ്ടി വാർഡ് അനുസരിച്ച് വെട്ടിമുറിക്കുക, വോട്ടർ പട്ടികയിൽ എല്ലാ കൃത്രിമം കാണിക്കുക, എന്നിട്ട് പോലും CPMന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുന്നത് ജനങ്ങൾ അവർക്ക് എതിരാണെന്നുള്ള തെളിവ്. MP ഇപ്പൊ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോ നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അശാസ്ത്രീയമായ വാർഡ് വിഭജനവും വോട്ടർ പട്ടിക തട്ടിപ്പുമായിരുന്നു, കൃത്രിമമാണ്. അത് രണ്ടിനെയും നിസ്സാര വോട്ടുകൾക്കാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം UDFന് നഷ്ടമായത്. എന്നാൽ പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ UDFന് സാധിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കും. സിറ്റിംഗ് വാർഡാണ്, ഇതുവരെ പരാജയപ്പെടാത്തതാണ്, ഏറെ ഗൗരവകരമാണ്. അതിൽ ഏത് തരത്തിലുള്ള വീഴ്ചയുണ്ടായി എന്നുള്ളത് ഉന്നത നേതാവിൻ്റെ നേതൃത്വത്തിൽ കമ്മിറ്റി അന്വേഷിക്കും. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കകത്താണെങ്കിൽ നടപടിയെടുക്കും. അതല്ല CPMാണെങ്കിൽ തുറന്നു കാട്ടുകയും ചെയ്യും. ഏതായാലും ചാലപ്പുറത്ത് BJPയുടെ വിജയം CPM സംഭാവനയാണ്. PM നിയാസിൻ്റേത് ഉൾപ്പെടെ തോൽവി പരിശോധിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. ACV ന്യൂസ്, കോഴിക്കോട്.